എന്ത് പറ്റിയുടെ കൂട്ടി? കുറെ നേരം ആയല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഒരുമാതിരി ക്യാരറ്റ് പോയ റാബിറ്റിനെ പോലെ. എന്നാ പറ്റി? ഓ അതൊന്നുമില്ല. ഹോബിച്ചന് മനസ്സിലായില്ലേ? ചിന്നേട്ടൻ ബ്രാൻഡ് അംബാസിഡർ ആയതിന്റെ പിക്സ് വന്നായിരുന്നല്ലോ. ആ പിക്സ് കണ്ട നേരം തൊട്ടുള്ള ഇരിപ്പാ ഇവന്റത്. അതെന്താ? ആർമീസിന്റെ അവസ്ഥ ഇപ്പൊ ഊഹിക്കാലോ. അവൻ കഷ്ടപ്പെട്ട് സോപ്പിട്ട് വെച്ചിരിക്കുന്ന ആർമീസ് ചിന്നേട്ടന്റെ പിറകെ പോകുന്നും പറഞ്ഞുള്ള ഇരിപ്പാ. അയ്യേ, ഇതിനാണോ? പോട്ടടാ, സാരമില്ല. നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് ആർമീസിനെ തിരിച്ചു പിടിക്കാന്നേ. അവരുടെ അടുത്തും പോകൂലല്ലോ. ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞ ഹോപ്പേട്ടനും പോവുമല്ലോ ഇവിടെ നിന്ന്. ഹോപ്പേട്ടന്റെ പണി ഇത് തന്നെയായിരിക്കും, എനിക്കറിയാം. എന്റെ വിഷമം പറഞ്ഞ് ഇവിടെ ആർക്കും മനസ്സിലാവൂല. ആർക്കാടെ ഇവിടെ വിഷമം? വേറെ ആർക്ക്? നിങ്ങളുടെ കൂക്കിക്കുട്ടന്. ചിന്നേട്ടൻ കളി തുടങ്ങിയല്ലോ, അതിന്റെ വിഷമം ആ കൊച്ചിന്. ഓ ശരിയാ, ചിന്നേട്ടൻ ഡിസ്ചാർജ് ആയപ്പോ ഗ്ലാമറൊക്കെ കൂടി. എന്നാ ലുക്കാ ശരിക്കും വേൾഡ് വൈഡ് ഹാൻസം. ശരിക്കുള്ള വേൾഡ് വൈഡ് ഹാൻസം ഞാനാ. നോക്കിയിരുന്നോ? ആ പദവിയൊക്കെ ചിന്നേട്ടൻ പുഷ്പം പോലെ തട്ടിക്കൊണ്ട് പോകും മോനെ. അല്ല, ഇത്രയും കോലാഹലം ഉണ്ടാക്കിട്ടോ അങ്ങേരെ കാണാനില്ലല്ലോ. ചിന്നേട്ടൻ എവിടാ? അങ്ങേരിപ്പോ ഏത് നേരം സ്റ്റുഡിയോയിലല്ല റെക്കോർഡിംഗ് എന്നും പറഞ്ഞു, പിന്നെ ഏതൊക്കെയോ ഷോയുടെ ഷൂട്ടിങ്. ചിന്നേട്ടൻ പൊളിക്കുക. ആർമീസിന് നമ്മളില്ലാത്തൊരു കുറവ് മാറൂലോ. ഓഹോ, 2 വർഷത്തേക്കുള്ള കണ്ടന്റ് സെറ്റാക്കി വെച്ചിട്ടാ നമ്മൾ ഇവിടെ വന്ന് കിടക്കുന്നുള്ള ബോധം വേണം മിസ്റ്റർ. ആർമീസിന് വേണ്ടതിലും കൂടുതൽ കണ്ടന്റ് ഉണ്ട്. ആക്ച്വലി ദേ ആർ ബിസി. എന്നാലും ചിന്നേട്ടൻ ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് എന്താ തോന്നിയവർക്ക് ഇത്രയും ലുക്ക്? ഓരോ നാള് കഴിയുന്നതോടെ ഹാൻസം ആയിക്കൊണ്ടിരിക്കുക. അതറിയില്ലേ, ചിന്നേട്ടൻ വാമ്പയറാടാ. ആയിരിക്കാം. മനുഷ്യ ഇവിടെ കഷ്ടപ്പെട്ട് CKയുടെ ആഡും ചെയ്ത് കുറെ ഫോട്ടോഷൂട്ടും നടത്തി. എന്തൊക്കെ പുകിലായിരുന്നു. ഞാനിപ്പോ ആരായി? ആർമീസിനെ അങ്ങേര് മൊത്തത്തില് കയ്യിലെടുക്കും. നീ മാത്രമല്ല, നമ്മളും കുറെ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആർമീസിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നോക്കിയിട്ട് കാര്യമല്ല മോനെ. ചിന്നേട്ട എല്ലാരെയും പൊക്കിക്കൊണ്ട് പോയിക്കോളും. അങ്ങേര് വേറെ ലെവലാ. പാവം എന്റെ ആർമീസ്. അവരുടെ കുഞ്ഞു ഹാർട്ട് ചിന്നേട്ട പൊട്ടിക്ക്. ഇനി പൊട്ടിക്കാനായിട്ട് എന്താണ് ബാക്കിയുള്ളത്? 3 എണ്ണം കൂടെ ആവശ്യത്തിന് കാട്ടിക്കൂട്ടിയിട്ടല്ലേ മിലിറ്ററിയിലേക്ക് എന്നും പറഞ്ഞു വന്നത്. അത് പിന്നെ ഒരു ഫ്ലോയ്ക്ക് വന്നയാ. ഒരു ഫ്ലോ? ഇനി ചിന്നേട്ടന്റെ 1 മാൻ ഷോയുടെ കാലവാ. യെസ്, ചിന്നേട്ടൻ മാസ്റ്റർ.